കർക്കിടക മാസം രാമായണ മാസം 8-ാം ദിവസം. ഹരിശ്രീ ഗണപതിയെ നമ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. അയോധ്യാകാന്ഡം. സൗമിത്രി തന്നോട് ഈ വണ്ണമരുൾ ചെയ്തു, സൗമിഖ്യമോട് മാതാവോട് ചൊല്ലിനാൾ, കേൾക്കണമമ്മേ തെളിഞ്ഞു നീ എന്നുടെ വാക്കുകളേതും വിഷാദമുണ്ടാകൊല, ആത്മാവിനേതുമേ പീഡയുണ്ടാക്കരുത്. ആത്മാവിനെ അറിയാതവരെ പോലെ സർവലോകങ്ങളിലും വസിച്ചിടുന്ന സർവജനങ്ങളും തങ്ങളിൽ വസിക്കുന്ന സർവദാ കൂടി വാഴുന്നതില്ലല്ലോ. സർവജ്ഞയല്ലോ ജനനീ നീ കേവലം. 14 സംവത്സരം വനദേശേ വസിച്ചു വരുന്നതുകൊണ്ട് ഞാൻ ദുഃഖങ്ങളെല്ലാം അകലെ കളഞ്ഞുടൻ ഉൾക്കനിവോടും അനുഗ്രഹിച്ചിടണം. അച്ഛൻ എന്തെന്നുള്ളിൽ ഒന്നിച്ചയെന്നാൽ അതിങ്ങിച്ചയെന്നങ്ങുറച്ചിടേണം. അമ്മയും ഭർതൃകർമാനുകരണമത്രേ പാതിവൃത്യാനിഷ്ഠ വധൂനാമെന്നു നിർണയം. മാതാവ് മോതാൽ അനുവദിച്ചിടുകിൽ ഏതുമേ ദുഃഖം എനിക്കില്ല കേവലം. കാനനവാസം സുഖമായി വരുന്നവ മാനസേ ഖേദം കുറച്ചു വാണിയിടുകിൽ എന്ന് പറഞ്ഞു നമസ്കരിച്ചിടീനാൻ. പിന്നെയും മാതൃപാദാന്തികെ പ്രീതി കൈക്കൊണ്ടിടത്ത് ഉത്സംഗ സിന്നി ചേർത്താതരാൽ മൂർത്തനി ബാഷ്പാഭിഷേകം ചെയ്തു. ചൊല്ലിനാൾ ആശീർവചനങ്ങളാശി കൗശല്യയും ദേവകളോടിരന്നേടിനാൾ. സൃഷ്ടികർത്താവേ വിരിഞ്ച പത്മാസന പുഷ്ടതയാത്തേ പുരുഷോത്തമാഹരേ, മൃത്യുഞ്ജയാ മഹാദേവ ഗൗരീപദേ, പൃത്രാരി മുമ്പായ ദിക്പാലകന്മാരെ, ദുർഗേ ഭഗവതി ദുഃഖവിനാശിനി, സർഗസ്ഥിതിലയകാരിണീ ചണ്ഡികേ, എൻ മകനാശു നടക്കുന്ന നേരവും കൽമഷം തീർന്നിരുന്നിടുന്ന നേരവും തൻ മതി കെട്ടുറങ്ങിയിടുന്ന നേരവും സമ്മോദമാർന്നു രക്ഷിച്ചിടുവിൻ നിങ്ങൾ. ഇത്തമർത്ഥിച്ചു തൽപുത്രനാൻ രാമനെ രഥബാഷ്പം ഗാഠഗാഠം പുണർന്നുടൻ 7 സംവത്സരം കാനനെ വസിച്ചാരാൽ വരികെന്ന് അനുവദിച്ചിടിനാൾ. തർഷണേ രാഘവം തത്വാസഗദ്ഗതം ലക്ഷ്മണൻ താനും പറഞ്ഞാനാകുലം. എന്നുള്ളിലുണ്ടായിരുന്നു ഒരു സംശയം, നിന്നരുളപ്പാട് കേട്ടു തീർന്നു തുലോം. ത്വൽപാദ സേവാർത്ഥമായി നടിയനും ഇപ്പോൾ വഴിയേ വിടകൊള്ളുവനെന്നുമേ മോദാൽ അതിനായി അനുവദിച്ചിടണം. സീതാപദേ രാമചന്ദ്ര ദയാനിധേ, പ്രാണങ്ങളെ കളഞ്ഞിടുവിൻ അല്ലായെങ്കിൽ ഏണാംഗതുല്യവദനാ രഘുപതേ. എങ്കിൽ നീ പോന്നുകൊണ്ടാലും എന്നാതരാൽ പങ്കജലോചനൻ താനും അരുൾ ചെയ്തു. വൈദേഹി തന്നോട് യാത്ര ചൊല്ലിയിടുവാൻ മോദേന സീതാഗൃഹം പുക്കരുളിനാൻ. ആഗതനായ ഭർത്താവിനെ കണ്ടവൾ വേഗേന സസ്മിതമുത്ഥാനവും ചെയ്തു. കാഞ്ചനപാത്രസ്ഥമായ തോയം കൊണ്ടു വാഞ്ചയാത്രക്കാൽ കഴുകിച്ചു സാദരം. മന്ദാക്ഷം ഉൾക്കൊണ്ടു മന്ദസ്മിതം ചെയ്തു. സുന്ദരി മന്ദമന്ദം പറഞ്ഞിടിനാൾ, ആരും അകമ്പടി കൂടാതെ ശ്രീപാദചാരേണ വന്നതുമെന്ത് കൃപാനിധേ. വാരണവീരനെങ്ങൂ മമ വല്ലഭ, ഗൗരാതപത്രവും താലവൃന്ദാദിയും ചാമരദ്വന്ദ്വവും വാദ്യഘോഷങ്ങളും ചാമീകരാഭരണത്യലങ്കാരവും സാമന്ത ഭൂപാലരെയും പിരിഞ്ഞതി രോമാഞ്ചമോട് എഴുന്നള്ളിയതെന്തയ്യോ. ഇതം വിദേഹാത്മജാവചനം കേട്ടു പൃഥ്വിപതി സുഗന്ധാനമരുൾ ചെയ്തു. തന്നിതു ദണ്ഡകാരന്റെ രാജ്യം മമ പുണ്യം വരുത്തുവാൻ താതനറിയിടോ. ഞാനത് പാലിപ്പതിനാശു പോകുന്നു, മനസ്സേ ഖേദമിളച്ചു വാണിയിടുക. മാതാവ് കൗശല്യ തന്നെയും ശുശ്രൂഷ ചെയ്തു. സുഖേന വധിക്ക നീ വല്ലഭേ. ഭർത്തൃവാക്യം കേട്ടു ജാനകീയം രാമഭദ്രനോടിത്തം ആഹന്ത ചൊല്ലിയിടിനാൾ. രാത്രിയെ കൂടെ പിരിഞ്ഞാൽ പൊറാതോളം ആസ്തയുണ്ടല്ലോ ഭവാനെ പിതാവിനും. എന്നിരിക്കെ വരരാജ്യം തരുവതി നിന്നു തോന്നിയിടുവാൻ എന്തൊരു കാരണം. മന്നവൻ താനല്ലയോ കൗതുകത്തോടും ഇന്നലെ രാജ്യാഭിഷേകം ആരംഭിച്ചു. സത്യമോ ചൊൽക ഭർത്താവേ വിരവോടു, വൃത്താന്തമെത്രയും ചിത്രമോർത്താലിതം എന്നത് കേട്ടരുൾ ചെയ്തു രഘുവരൻ. തന്നികുലമൗലി മാലികേ കേൾക്ക നീ. മന്നവൻ കേകേയ പുത്രിയാമമ്മയ്ക്കു മുന്നമേ 2 വരം കൊടുത്തിയിടിനാൾ. വിണ്ണവർ നാട്ടിൽ സുരാസുര യുദ്ധത്തിൽ ഞഞ്ഞുവിന്റെ വിക്രമം കൈക്കൊണ്ടുപോയ നാൾ. ഒന്ന് ഭരതനെ വാഴിക്ക എന്നതും എന്നെ വനത്തിനയക്കുന്നു മറ്റേതും സത്യവിരോധം വരുമെന്നു തന്നെ ചിത്തെ നിരൂപിച്ചു പേടിച്ചു താതനും. മാതാവിനാശു വരവും കൊടുത്തിതു താതൻ, അതുകൊണ്ട് ഞാൻ ഇന്ന് പോകുന്നു. ദണ്ഡകാരണ്യെ 14 വത്സരം തന്നെ ഒഴിഞ്ഞു വസിച്ചു വരുവൻ ഞാൻ. നീ അതിനേതും മുഴക്കം പറവലാം അയ്യൽ കളഞ്ഞു മാതാവുമായി വാഴുക നീ.
രാഘവൻ ഇത്തം പറഞ്ഞത് കേട്ടോരാകാശശിമുഖിദാനം അരുൾ ചെയ്തു. മുന്നിൽ നടപ്പൻ മനത്തിട്ട് ഞാൻ മമ പിന്നാലെ വേണമെഴുന്നള്ളുവാൻ ഭവാൻ. എന്നെ പിരിഞ്ഞു പോകുന്നത് ഉചിതമല്ലൊന്നുകൊണ്ടും ഭവാൻ എന്ന് ധരിക്കണം. കാകുൽസ്ഥനും പ്രിയവാദിനിയാകിയ നാഗേന്ദ്രഗാമിനിയോട് ചൊല്ലിയിടിനാൾ, എങ്ങനെ നിന്നെ ഞാൻ കൊണ്ടുപോകുന്നതു? തിങ്ങി മരങ്ങൾ നിറഞ്ഞ വനങ്ങളിൽ ഘോരസിംഹവ്യാക്ര സൂകര സൈരിവ വാരണ വ്യാളവല്ലൂക മൃഗാദികൾ മാനുഷഭോജികളായുള്ള രാക്ഷസർ ആനന്ദത്തിൽ മറ്റും ദുഷ്ടജന്തുക്കൾ സംഖ്യയില്ലാതോളമുണ്ട്. അവറ്റെ കണ്ടാൽ സങ്കടം പൂണ്ടു ഭയമാം നമുക്കെല്ലാം. നാരീജനത്തിലെല്ലാം വിശേഷിച്ചും ഒട്ടേറെയുണ്ടാം ഭയം എന്നറിഞ്ഞിരടോ. മൂലഫലങ്ങൾ കമ്ല കഷായങ്ങൾ ബാലെ ഭുജിപ്പതിനാകുന്നതും തത്ര നിർമ്മല വ്യഞ്ജന പുപാനപാനാദി സന്മധുക്ഷീരങ്ങളിൽ ഒരു നേരവും നിന്നോന്നത ഗുഹാഗഹുര ശർക്കര ദുർമാർഗം എത്രയും കണ്ടകവൃന്ദവും നേരെ പെരുവഴിയും അറിയാവതല്ലാരെയും കാണുവാനുമില്ലെന്നറിഞ്ഞിടുവിൻ. ശീതവാദ തപപീഡയും പരമാം പാദചാരേണ വേണം നടന്നിടുവാൻ. ദുഷ്ടരായുള്ള ഒരു രാക്ഷസരെ കണ്ടാൽ ഒട്ടും പൊറുക്കയില്ലാർക്കും അറിയടോ. എന്നോട് ചൊല്ലിനാൽ മാതാവ് തന്നെയും നന്നായി പരിചരിച്ചിങ്ങിരുന്നിടുക. വന്നിടുവൻ 14 സംവത്സരം ചെന്നാൽ അതിനുടനിൽ ഒരു സംശയം. ശ്രീരാമ വാക്കു കേട്ടോ ഒരു വൈദേഹിയും ആരൂഢതാവേന പിന്നെയും ചൊല്ലിനാൾ, നാഥാ പതിവ്രതയാം ധർമ്മഭക്തി ഞാൻ. ആദരവുമില്ല മറ്റെനിക്കാരുമേ, ഏതുമേ ദോഷവുമില്ല ദയാനിതേ. പാദശുശ്രൂഷാമൃതം മുടക്കായമേ, നിന്നുടെ സന്നിധോ സന്തതം വാണിയിടും. എന്നെ മറ്റാർക്കാനും പീഡിച്ചു കൂടുമോ? വല്ലതും മൂലഫല ജലാഹാരങ്ങൾ വല്ലഭോശിഷ്ടം എനിക്കമൃതോപമം. ഭർത്താവ് തന്നോട് കൂടെ നടക്കുമ്പോൾ എത്രയും കൂർത്തുമൂർത്തുള്ള കല്ലും മുള്ളും പുഷ്പാസ്തരണ തുല്യങ്ങൾ എനിക്കതും പുഷ്പബാണോപമാ നീ വെടിഞ്ഞിടുക. ഏതുമേ പീഡയുണ്ടാകയില്ലൻ മൂലവും ഭീതിയും ഏതും എനിക്കില്ല ഭർത്താവേ. കശ്ചിൽ ദ്വിജൻ ജ്യോതിശാസ്ത്ര വിചാരകൻ നിശ്ചയിച്ചെന്നോട് പണ്ടരുളി ചെയ്തു, ഭർത്താവിനോട് വനത്തിൽ വസിപ്പതിനെത്തും ഭവതിക്ക് സംശയമില്ലേതും. ഇതം പുരൈവ ഞാൻ കേട്ടിരിക്കുന്നിതു സത്യം അതിനെയും ഒന്ന് ചൊല്ലിയിടുവൻ. രാമായണങ്ങൾ പലതും കവിവരൻ ആമോദമോട് പറഞ്ഞു കേൾക്കുന്നു ഞാൻ. ജാനകിയോട് കൂടാതെ രഘുവരൻ കാനനവാസത്തിനെന്ന് പോയിട്ടുള്ളൂ. ഉണ്ടോ പുരുഷൻ പ്രകൃതിയെ വേറിട്ടു 2-3 വിചാരിച്ചു കാണിലോ. പാണിഗ്രഹണ മന്ത്രാർത്ഥവും ഓർക്കണം, പ്രാണാവസാന കാലത്തും പിരിയുമോ എന്നിരിക്കെ പുനരെന്നെ ഉപേക്ഷിച്ചു തന്നെ വനത്തിനായി കൊണ്ടെഴുന്നള്ളുകിൽ എന്നുമെൻ പ്രാണപരിത്യാഗവും ചെയ്വൻ ഇന്നു തന്നെ നിന്തിരുവടി തന്നാണ് എന്നിങ്ങനെ ദേവി ചൊന്നത് കേട്ടോരു മന്നവൻ മന്ദസ്മിതം പൂണ്ടരുൾ ചെയ്തു. എങ്കിലോ വല്ലഭേ പോരിക വൈകാതെ സങ്കടം ഇന്നിതു ചൊല്ലിയുണ്ടാകേണ്ട. ദാനം അരുന്ധതി കൈക്കൊണ്ടു ചെയ്യുക നീ ജാനകി ഭാരാതിഭൂഷണമൊക്കവേ. തമരുൾ ചെയ്തു ലക്ഷ്മണൻ തന്നോടു, പൃഥ്വീസുരോത്തമന്മാരെ വരുത്തുകെന്ന അത്യാദരം അരുൾ ചെയ്ത നേരം ദ്വിജേന്ദ്രോത്തമന്മാരെ വരുത്തി കുമാരനും. വസ്ത്രങ്ങൾ ആഭരണങ്ങൾ പശുക്കളും അർത്ഥം അവധിയില്ലാതോളമാതലാൽ സദ്വൃത്തരായി കുലശീല ഗുണങ്ങളാൽ ഉത്തമന്മാരായി കുടുംബികളാകിയ വേദവിജ്ഞാനികളാം ദ്വിജേന്ദ്രന്മാർക്കു സാദരം ദാനങ്ങൾ ചെയ്തു ബഹുവിധം. മാതാവ് തന്നുടെ സേവകന്മാരായ ഭൂദേവദത്തവന്മാർക്കും കൊടുത്തിതു. പിന്നെ നിജ അന്തപുരവാസികൾക്കും മറ്റന്യരാം സേവകന്മാർക്കും ബഹുവിധം ദാനങ്ങൾ ചെയ്യുകയാൽ ആനന്ദഭക്തരായി മാനവനായകൻ ആശീർവചനവും ചെയ്തിതു. താപസന്മാരും ദ്വിജന്മാരും പെയ്തിടും നിതശ്രൂ ഗണങ്ങളും. ജാനകി ദേവിയും അൻപോട് അരുന്ധതിക്ക് ആനന്ദം ഉൾക്കൊണ്ട് ദാനങ്ങൾ നൽകിനാൽ ലക്ഷ്മണവീരൻ സുമിത്രയാമമ്മയെ തക്ഷണെ കൗസല്യ കയ്യിൽ സമർപ്പിച്ചു. വന്നിച്ച നേരം സുമിത്രയും പുത്രനെ നന്ദിച്ചെടുത്തു സമാസേടവും ചെയ്തു. നന്നായി അനുഗ്രഹം ചെയ്തു. തന്നേന് പിന്നെ ഉപദേശവാക്കും അരുൾ ചെയ്താൾ. അഗ്രജൻ തന്നെ പരിചരിച്ചെപ്പോഴും അഗ്രേ നടന്നുകൊള്ളേണം പിരിയാതെ. രാമനെ നിത്യം ദശരഥനെന്നുള്ളിൽ ആമോദമോട് നിരൂപിച്ചു കൊള്ളണം. എന്നെ ജനകാത്മജയെന്നുറച്ചുകൊൾ പിന്നെ അയോധ്യയെന്നോർത്തിയിടവിയെ. മായാവിഹീനം ഈ വണ്ണം ഉറപ്പിച്ചു പോയാലുമെങ്കിൽ സുഖമായി വരികതേ. മാതൃവചനം ശിരസീധരിച്ചുകൊണ്ട് ആദരവോട് തൊഴുതു സൗമിത്രിയും തന്നുടെ ജാപശരാദികൾ കൈക്കൊണ്ടു ചെന്നു രാമാന്തികെ നിന്ന് വണങ്ങിനാൾ. തക്ഷണേ രാഘവൻ ജാനകി തന്നോടും ലക്ഷ്മണനോടും ജനകനെ വന്ദിപ്പാൻ പോകുന്ന നേരത്ത് പൗരജനങ്ങളെ രാഗമോടെ കടാക്ഷിച്ചു കുതൂഹലാൽ. കോമളനായ കുമാരൻ മനോഹരൻ ശ്യാമളരമ്യകളേവരൻ രാഘവൻ കാമദേവോപവൻ കാമതൻ സുന്ദരൻ രാമൻ തിരുവടി നാനാ ജഗദഭിരാമൻ ആത്മാരാമൻ നമ്പുജലോചനൻ കാമാരി സേവിതൻ നാനാ ജഗന്മയൻ. നാദാലയം പ്രതി പോകുന്ന നേരത്തു സാദം കലർന്നു ഒരു പൗരജനങ്ങളും പാദചാരേണ നടക്കുന്നത് കണ്ടു ഖേദം കലർന്നു പരസ്പരം ചൊല്ലിനാൾ. കഷ്ടമാഹന്ത കഷ്ടം പശ്യ കഷ്ടമെന്തിങ്ങനെ വന്നത് ദൈവമേ. സോദരനോടും പ്രണയിനി തന്നോടും പാദചാരേണ
സഹായവും കൂടാതെ ശർക്കരാകണ്ടക നിമ്നോന്നതയുത ദുർഘടമായുള്ള ദുർഗമാർഗങ്ങളിൽ രക്തപത്മത്തിനു കാഠിന്യമേകുന്ന മുക്ത മൃദുതര സ്നിഗ്ധപാദങ്ങളാൽ നിത്യം വനാന്തേ നടക്കെന്നു കൽപ്പിച്ച പൃഥ്വീശ ചിത്തം കഠോരമത്രേ ദുരോം പുത്രവാത്സല്യം ദശരഥൻ തന്നോളം മർത്യരിൽ ആർക്കുമില്ലിന്നലെയോളവും ഇന്നിതു തോന്നുവാൻ എന്തൊരു കാരണം എന്നത് കെട്ടുടൻ ചൊല്ലിനാരണ്യനും കേകേയപുത്രിക്ക് രണ്ടുവരം നൃപനേകിനാൻ പോലതു കാരണം രാഘവൻ പോകുന്നിതു വനത്തിന് ഭരതനും വഴിയൊന്നു വന്നു കൂടും ധരാമണ്ഡലം പോകനാമെങ്കിൽ വനത്തിന് കൂടവേ രാഘവൻ തന്നെ പിരിഞ്ഞാൽ പൊറുക്കുമോ ഇപ്രകാരം പുരവാസികളായുള്ള വിപ്രാദികൾ വാക്കു കേട്ടോരനന്തരം വാമദേവൻ പുരവാസികൾ തമ്മോടു സാമോദമേവം അരുൾ ചെയ്തിതന്നേരം. രാമസീതാരഹസ്യം. രാമനെ ചിന്തിച്ചു ദുഃഖിയായ കാര്യമേ കോമളകത്രിയാൻ ജാനകി മൂലവും തത്വമായുള്ളതോ ചൊല്ലുന്നതുണ്ട് ഞാൻ ചിത്തം തിരിഞ്ഞു കേട്ടിടുവിന്നേവരും. രാമനാകുന്നത് തട്ടാൽ മഹാവിഷ്ണു താമര സാക്ഷനാമാദിനാരായണൻ ലക്ഷ്മണനായ അനന്തൻ ജനകജ ലക്ഷ്മി ഭഗവതി ലോകമായാപരാ മായാഗുണങ്ങളെ താൻ അവലംബിച്ചു കായഭേദം ധരിക്കുന്നിതാത്മാപരൻ രാജസമായ ഗുണത്തോടുകൂടവേ രാജീവ സംഭവനായി പ്രപഞ്ചദ്വയം വ്യക്തമായി സൃഷ്ടിച്ചു സത്വപ്രധാനനായി ഭക്തപരായണൻ വിഷ്ണുരൂപം കൊണ്ടു നിത്യവും രക്ഷിച്ചുകൊള്ളുന്നത് ഈശ്വരൻ ആദ്യൻ അജൻ പരമാത്മാവു സാദരം രുദ്രവേഷത്താൽ തമോ ഗുണയുക്തനായി ഇന്ദ്രിജാവല്ലഭൻ സംഹരിക്കുന്നതും വൈവസ്വത മനുഭക്തി പ്രസന്നനായി ദേവൻ മകരാവതാരമനുഷ്ഠിച്ചു വേദങ്ങളെല്ലാം ഹയഗ്രീവനെ കൊന്നു വേദാവിനാക്കി കൊടുത്തതീ രാഘവൻ പാദോനിധി മഥനെ പണ്ടു മന്ദരം പാതാള ലോകം പ്രവേശിച്ചതു നേരം നിഷ്ഠുരമായൊരു കൂർമാകൃതി കൊണ്ടു പൃഷ്ഠേ കിരീടം ധരിച്ചതീ രാഘവൻ ദുഷ്ടനായൊരു ഹിരണ്യാക്ഷനെ കൊന്നു കൃഷ്ടിയായി തെറ്റമേൽ ക്ഷോണിയെ പൊങ്ങിച്ചു കാരണവാരിത് തന്നിൽ കളിച്ചതും കാരണപുരുഷൻ ആകുമീ രാഘവൻ നിർഘാതമോടു നരസിംഹരൂപമായി പ്രഹ്ലാദനെ പരിപാലിച്ചു കൊള്ളുവാൻ ക്രൂരങ്ങളായ നഗരങ്ങളെ കൊണ്ടു ഘോരനായ ഒരു ഹിരണ്യകശുഭൂതൻ വക്ഷപ്രദേശ പ്രപാടനം ചെയ്തതും രക്ഷാചതുരനാം ലക്ഷ്മീവരനിവൻ പുത്രലാഭാർത്ഥം അതിഥിയും ഭക്തി പൂണ്ടർത്ഥിച്ചു സാദരമർച്ചിക്ക കാരണം എത്രയും കാരുണ്യമോട് അവൾ തന്നെ ഉത്തരായി ഇന്ദ്രാനുജനായി പിറന്നതി ഭക്തനായ ഒരു മഹാബലിയോട് എന്നർത്ഥിച്ചു മൂന്നടിയാക്കി ജഗത്രയം സത്വരം വാങ്ങി മരുത്വാനു നൽകിയ ഭക്തപ്രിയനാം ത്രിവിക്രമനും ഇവൻ ധാത്രി സുരദ്വേഷികളായി ജനിച്ചോരു ധാത്രീപതി കുലനാശം വരുത്തുവാൻ ധാത്രിയിൽ ഭാർഗവനായി പിറന്നതും ധാത്രീവരനായ രാഘവനാം ഇവൻ ധാത്രിയിൽ ഇപ്പോൾ ദശരഥപുത്രനായി ധാത്രി സുതവരനായി പിറന്നിടിനാൻ രാത്രീഞ്ചരകുലമൊക്കെ നശിപ്പിച്ചു ധാത്രി ഭാരം തീർത്തു ധർമ്മത്തെ രക്ഷിപ്പാൻ ആദ്യനജൻ പരമാത്മാപരൻ വേദ്യനല്ലാതെ വേദാന്ത വേദ്യൻ പരൻ നാരായണൻ പുരുഷോത്തമനവ്യൻ കാരണമാനുഷൻ രാമൻ മനോഹരൻ രാവണ നിഗ്രഹാർത്ഥം വിപിനത്തിനു ദേവഹിതാർത്ഥം ഗമിക്കുന്നതിൻ കാരണം മന്ദരയല്ല കൈകേരിയൽ ആരും ഭ്രമിക്കായ രാജാവുമല്ലല്ലോ വിഷ്ണു ഭഗവാൻ ജഗന്മയൻ മാധവൻ വിഷ്ണു മഹാമായ ദേവി ജനകജ സൃഷ്ടിസ്ഥിതിലയകാരിണി തന്നോടു പുഷ്ടപ്രമോദം പുറപ്പെട്ടതിന്നിപ്പോൾ ഇന്നലെ നാരദൻ വന്നു ചൊന്നാൻ അവൻ തന്നോട് രാഘവൻ താനുവൾ ചെയ്തു നക്തുഞ്ചരാന്യ നിഗ്രഹത്തിനു ഞാൻ വ്യക്തം വനത്തിന് നാളെ പുറപ്പെടും എന്നതുമൂലം ഗമിക്കുന്നു രാഘവൻ ഇന്നു വിഷാദം കളവിനെല്ലാവരും രാമനെ ചിന്തിച്ചു ദുഃഖിയായി കാരുമേ രാമരാമേതി ജപിപ്പിനെല്ലാവരും നിത്യവും രാമരാമേതി ജപിക്കുന്നവർത്തിന് മൃത്യുഭയാദികളൊന്നുമേ സിദ്ധിക്കയില്ലതേയല്ല കൈവല്യവും സിദ്ധിക്കുമേവനും എന്നത് നിർണയം ദുഃഖ സൗഖ്യാദി വികല്പങ്ങളില്ലാതെ നിഷ്കളൻ നിർഗുണനാത്മാ രഘുസത്തമൻ ന്യൂന്യാതിരേഖവിഹീനൻ നിരഞ്ജനൻ ആനന്ദപൂർണൻ അനന്തനാകുലൻ അങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തിന് എങ്ങനെ ദുഃഖാദി സംഭവിച്ചിടുന്നു ഭക്തജനാനാം ഭജനാർത്ഥമായി വന്നു ഭക്തപ്രിയൻ പിറന്നിടീനാൻ ഭൂതലേ പങ്ക്തിരഥാഭീഷ്ട സിദ്ധ്യർത്ഥമായി വന്നു പങ്ക്തി കണ്ഠൻ തന്നെ കൊന്നു ജഗത്രയം പാലിപ്പതിനായി അവതരിച്ചിടിനാൻ ബാലിശന്മാരെ മനുഷ്യനായ ഈശ്വരൻ രാമസീതാരഹസ്യം മോഹരീദിശം ആമോദപൂർവകം ധ്യാനിപ്പവർക്കെല്ലാം രാമദേവങ്കൽ ഉറച്ചോരു ഭക്തിയും ആമയനാശവും സിദ്ധിക്കുമേവനും കോപനീയം രഹസ്യം പരമീദൃശം പാപവിനാശനം ചൊന്നതിന് കാരണം രാമപ്രിയന്മാർ ഭവാന്മാരെന്നോർത്തു ഞാൻ രാമതത്വം പരമോപദേശം ചെയ്തു രാമവിഷയം ഈ വണ്ണമരുൾ ചെയ്തു വാമദേവൻ വിരമിച്ചോരനന്തരം വാമദേവവചനാമൃതം സേവിച്ചു രാമനെ നാരായണൻ എന്നറിഞ്ഞുടൻ പൗരജനം പരമാനന്ദമായൊരു വരാനിധിയിൽ മുഴുകിനാരേവരും. ഹരേ രാമ